ഏകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 237 ദിവസമാണ്. ഇന്ന് 608 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം യേശുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനം. യേശുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം ആണ് ഒന്നാമത്തെ പ്രവചനം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജനനം. പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 22-23 ഭാഗം നാം നോക്കുമ്പോൾ അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു എന്ന് ആണ്. ഈ പ്രവാചകൻ ആരാണ് എന്ന് നാം ബൈബിളിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് യെശയ്യാ പ്രവചനത്തിലാണ് നാം ഇത് കാണുന്നത് എന്നാണ്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഈ കാര്യം എടുത്ത് പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം സാധാരണയായി ക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് എന്ന് കരുതുന്നു. യെശയ്യാ പ്രവാചകൻ യഹൂദ രാജ്യത്ത് ശുശ്രൂഷ ചെയ്തത് ഏകദേശം ക്രിസ്തുവിന് മുമ്പ്, അതായത് BC-യിൽ 740 മുതൽ 700 വരെ ആയിരുന്നു. അദ്ദേഹം ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് പ്രവചിച്ചു എന്ന് യെശയ്യാ പ്രവചനം 1:1 പറയുന്നുണ്ട്. പ്രധാന സംഭവങ്ങളായ അശൂർ സാമ്രാജ്യത്തിന്റെ ഭീഷണിയും യെരുശലേമിന്റെ അവസ്ഥയും അദ്ദേഹത്തിന്റെ കാലഘട്ടമായി ബന്ധപ്പെട്ടതാണ്. യെശയ്യാ പ്രവചനം 7:14 ആണ് പ്രകാരം പറയുന്നത്: കന്യക ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും. അത് 8-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യമാണ്. 800 വർഷങ്ങൾക്ക് ശേഷം അത് ഈ ലോകത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. യെശയ്യാ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ കാണുന്ന പ്രധാന പ്രവചനങ്ങൾ എന്ന് പറയുന്നത് കന്യകയിൽ നിന്ന് ജനനം എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടു. 7:14 അതുണ്ട്. അതായത് കന്യക ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അത് പുതിയ നിയമത്തിൽ നാം നോക്കുമ്പോൾ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 22-23 യേശുവിൻ്റെ ജനനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ശിശു ജനിക്കും, രക്ഷകനായിരിക്കും എന്ന് യെശയ്യാ പ്രവചനം 9:6 പറയുന്നുണ്ട്. ഒരു ശിശു നമുക്ക് ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദാവീദിന്റെ വംശത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞിരിക്കുന്നത് യെശയ്യാ പ്രവചനം 11:1-2 ഭാഗങ്ങളിൽ ആണ്. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു കൊമ്പ് പുറപ്പെടും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കർത്താവിൻ്റെ വഴി ഒരുക്കുന്നവൻ എന്ന് പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3-ാം വാക്യത്തിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, അതായത് യോഹന്നാൻ സ്നാപകനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഗലീലയിൽ പ്രകാശം ഉദിക്കുമെന്ന് യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1-2 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ ഗലീല ശുശ്രൂഷയുമായി ബന്ധിച്ചിരിക്കുന്നതായി നമുക്കിതിൽ കാണുവാൻ സാധിക്കും. രോഗികളെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ യെശയ്യാ 61:1-2 ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ പുതിയ നിയമ റഫറൻസ് എന്ന് പറയുന്നത് ലൂക്കോസ് എവൻഗേലിയോസ്യുടെ സുവിശേഷം 4-ാം അധ്യായം 18 യേശു ഇത് വായിച്ചു കേൾപ്പിക്കുന്നതായി നമുക്ക് ഏവർക്കും അറിയാം. ദുഃഖിതനായ ദാസൻ കഷ്ടപ്പാടും മരണവും യെശയ്യാ 53:3 മുതൽ 5 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത് അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു എന്ന് ഉള്ള ഭാഗം നമുക്ക് അതിൽ കാണുവാൻ സാധിക്കും. ക്രൂശുമരണവുമായി ബന്ധിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്ന് ആണ് അത്. നമ്മുടെ പാപങ്ങൾ വഹിക്കും എന്ന് യെശയ്യാ പ്രവചനം 53:6, 12, 13 ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അവൻ മിണ്ടാതിരിക്കും. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:7 പറയുന്നുണ്ട്. യേശുവിൻ്റെ വിചാരണയുമായി ബന്ധിച്ചിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും.
മഹത്വത്തോടെ രാജാവായി വരും. യെശയ്യാപ്രവചനം 62:11 അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാം വരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഇതിൽ ഉണ്ട്. യെശയ്യാ 53 പല ക്രിസ്തീയ പണ്ഡിതരും പഴയ നിയമത്തിലെ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവ പ്രവചനം എന്ന് വിശേഷിപ്പിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പ്രവചനം ആണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം പ്രവചിക്കപ്പെട്ടത് യേശുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനം ആണ്. അതായത് അവൻ കന്യക ഒരു മകനെ പ്രസവിക്കും എന്നുള്ള ആ വേദഭാഗം. നാം ഇതൊക്കെയും മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 800 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ആ സംഭവമാണ് യേശുവിൻ്റെ ജനനത്തോടുകൂടി നാം കാണുന്നത്. ദൈവം തീരുമാനിച്ചതനുസരിച്ച് ഈ ലോകത്തിൽ മനുഷ്യനായി അവൻ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. അതായത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ കർത്താവായ യേശു ക്രിസ്തു കുരിശുമരണം സ്വീകരിച്ച് കബറടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ലോകത്തിൽ ശിഷ്യന്മാർക്കും മറ്റ് അനേകർക്കും പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഞാൻ വീണ്ടും വരും. അതിനായി നാം ഓരോരുത്തരും തയ്യാറായിരിക്കുകയാണ് വേണ്ടത്. അവൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മെ അവനോടൊപ്പം ചേർത്ത് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ വഴിയിലൂടെ നാം ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ ഒരു അവകാശിയാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.